ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 9:20 നമ്മളെ ലെവൽസൊക്കെ ഇന്നലെ ഞാൻ മാർക്ക് ചെയ്ത ലെവൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിഫ്റ്റിയുടെ ലെവൽസ് 24,308 മുകളിലേക്ക് അല്ലേ, 303 തോന്നുന്നു, 303. നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമാണ് കുറച്ചും കൂടി അപ്പ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലെ മാർക്കിംഗ് സെഷനിൽ ഞാൻ മാർക്ക് ചെയ്ത ഒരു ഏരിയയാണ് 24,161. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്കും മറ്റ് മുകളിലത്തെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കും എന്നുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 52,877 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കും, അതുപോലെ 51,944 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്കുമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിൽ ഇതുവരെ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടില്ല, പക്ഷേ നിഫ്റ്റിയിൽ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് താഴേക്ക് ട്രേഡ് നോക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇപ്പോൾ മാർക്കറ്റിൽ. പ്രീവിയസ് ഡേ ഞാൻ മാർക്കിംഗ് ചെയ്താണ്. മാർക്കിംഗ് വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ കാണാം. ഡെയിലി മാർക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. 24,300 ആ റേഞ്ച് 308 റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡിലേക്കായിരിക്കും നമ്മൾ നോക്കുക. അപ്പോൾ ചാൻസ് വന്നാലേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. നല്ല ഓപ്പർച്യൂണിറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചാൻസ് വരട്ടെ. ഇന്ന് ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ എൻട്രി കിട്ടുകയാണെങ്കിൽ നല്ല ടാർഗറ്റ് ഉണ്ടാകും. കാരണം 150 പോയിൻറ്റിൻ്റെ അടുത്തുണ്ട് ടാർഗറ്റിലേക്ക്. അടുത്തൊരു സ്വിംഗ് ലെവലിലേക്ക് 3 പോയിൻറ്റ് ഡിഫറൻസ് ഉണ്ട്. ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ അടിപൊളി ഡൗൺ സൈഡ് എൻട്രി. ലിക്വിഡിറ്റി ഏരിയാസ് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല, പക്ഷേ നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി എപ്പോഴും മാർക്കറ്റിൽ നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഇത്തരം ഏരിയകളിൽ നിന്നാണ്. അപ്പോൾ 100% ഒരു ഏരിയയിൽ നിന്ന് മൂവ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആരും നിൽക്കരുത്. കാരണം ഞാൻ മാർക്കിംഗ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ലെവൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഡെയിലി അങ്ങനെ തന്നെ പോകുമെന്ന് വിചാരിക്കരുത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരം ഏരിയകളിൽ നിന്ന് നല്ല താഴേക്കുള്ള മൂവ്മെൻറ്റിനാണ്, അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യും. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും, ചിലപ്പോൾ ടാർഗറ്റ്, അത്രേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, ടാർഗറ്റ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. ഓക്കെ, ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റിയിലാണ് ഇപ്പോൾ ടാച്ച് ചെയ്തത്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡിന് തന്നെ പ്ലാൻ ചെയ്യാം. ബാങ്കിൽ ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ട്രേഡ് നിഫ്റ്റിയിൽ തന്നെ കൺസിഡർ ചെയ്യാം. ഏതായാലും ഞാൻ ചാൻസ് വരുമ്പം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, വരട്ടെ, ചാൻസ് വരട്ടെ. സമയം 10:05 മാർക്കറ്റ് ഒരു എന്താ പറയുക, ലിക്വിഡിറ്റി ഏരിയ നമ്മൾ പ്രതീക്ഷിച്ച എക്സാക്റ്റ് ഏരിയ തന്നെ മാർക്കറ്റ് നന്നായിട്ട് താഴെ വന്നിട്ട്, പക്ഷേ നമുക്കൊരു എൻട്രി ചാൻസ് ഒന്നും തന്നിട്ടില്ല. ഇപ്പം മാർക്കറ്റ് ഫ്യൂച്ചർ ചാർട്ടിൽ ഇപ്പോൾ ഒരു എൻട്രി വന്നിട്ടുണ്ട് അല്ലേ, പക്ഷേ സ്പോട്ട് ചാർട്ടിൽ വന്നിട്ടില്ല. സ്പോട്ടിൽ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് വന്നത്. നേരത്തെ നമുക്ക് മാർക്കറ്റ് ആ ഒരു ഹൈ ഏരിയൻ്റെ 262.60 262.60 തൊട്ടടുത്താണ് വന്നത്. അതായത് പ്രീമിയം ഓൾമോസ്റ്റ് ഒരു നമുക്കെന്താ പറയുക, ഓപ്ഷൻ്റെ മീൻസ് പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, പക്ഷേ സ്പോട്ടിൽ എടുത്തിട്ടില്ല. ഫ്യൂച്ചറിലും അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ എടുത്തുകൊണ്ടാണ് പ്രീമിയത്തിലും വന്നത്. ഏതായാലും അങ്ങോട്ട് എത്തിയാൽ മാത്രമേ ഇനി ട്രേഡ് എടുക്കുള്ളൂ. ഒരു പോയിന്റിനാണ് എത്താതിരുന്നത്. അതായത് കണ്ടോ, ഈ ഹൈ കണ്ടോ, ഈ ഒരു ഹൈ തൊട്ടിരുന്നെങ്കിൽ നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാമായിരുന്നു. നമ്മൾ മുകളിൽ നിന്നൊക്കെ നോക്കി, പക്ഷേ മുകളിൽ നിന്നൊന്നും അവസരം കിട്ടിയില്ല. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് എന്നാലും ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് എടുത്താൽ തന്നെ ടാർഗറ്റ് 1:10 റേഞ്ചിലൊക്കെ ഈസി ആയിട്ടുണ്ട്. 10 ഇല്ലെങ്കിൽ ഒരു 9 or 8 ഒക്കെ ഉണ്ട് ഈസി ആയിട്ട്. അത് കിട്ടിയാലും ഓക്കെയാണ്. പക്ഷേ ഒരു പോയിന്റിനാണ് പോയത്. അതിൻ്റെ ഹൈ കണ്ടാലും രസം. 30 വയസ്സ് 40 പോയിന്റിനാണ് പോയത്. അതായത് ഒരു പോയിന്റ് പോലും ഇല്ല എന്നുള്ളതാണ്. അങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി എടുക്കാൻ എൻട്രി. ചിലപ്പോൾ പ്രീമിയം 120 താഴേക്കൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാവും. നോക്കാം. വരാതെ നമുക്ക് എൻട്രി എടുക്കണ്ട. വരട്ടെ. ഒന്ന് ഡൗൺ സൈഡ് പ്ലാൻ ചെയ്ത് കറക്റ്റ് എക്സാക്റ്റ് നമ്മളെ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് മാർക്കറ്റ് കറക്റ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. 130 എത്തില്ലേ പ്രീമിയം. ഇനിയിപ്പോൾ അങ്ങോട്ട് വരുമോ എന്നുള്ളതാണ്. വരികയാണെങ്കിൽ എടുത്താൽ മതി. 120 എത്തുകയാണെങ്കിൽ എടുത്താൽ മതി. ഫ്യൂച്ചർ ചാർട്ടിലാണെങ്കിൽ അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ നിന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനൊന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോകാനും ഒരു പോസിബിലിറ്റി ഉണ്ട്. ചെറുതായിട്ടൊന്ന് പോയിട്ടും ഉണ്ടെങ്കിലേ പിന്നെ റിവേഴ്സൽ വന്ന് ട്രെൻഡ് ലൈൻ്റെ ഏരിയ തന്നെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് താഴേക്ക് തന്നെ വരുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു പ്രതീക്ഷ ഉണ്ട് മാർക്കറ്റ് ഓവറോൾ നോക്കുമ്പോൾ ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് ചാൻസ് തന്നില്ല. പ്രീമിയം 120 റേഞ്ചിലൊക്കെ വരട്ടെ, എന്നിട്ട് എടുക്കാം. ഞാനേതായാലും അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. എൻ്റെ പൊന്നോ, 15 മിനിറ്റ് ആയിട്ടുള്ളൂ ടാർഗറ്റ് അടിച്ച ട്രേഡ്. എന്താണ് പറയുക, ഒരു പൊടിക്ക് പോയ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു എൻട്രി ആയിപ്പോയി അല്ലേ. ടാർഗറ്റ് 120. അത് ഞാൻ പറഞ്ഞില്ലേ പ്രീമിയം ചാർട്ടിൽ വന്നില്ല. ഇവിടെ പോയത് കണ്ടോ, 200 ഹൈ 261.85 അതിൻ്റെ. 85 മറ്റേത് 20 കണ്ടോ തോന്നുന്നുണ്ട്.
എന്താല്ലേ, ഓ ആവൂലോ, കണ്ടു നിൽക്കാൻ വയ്യ. ഞാൻ പറഞ്ഞ പോലെ ആ ട്രെൻഡ് ലൈന് കറക്റ്റ് ബ്രേക്ക് ഔട്ടും തന്നിട്ടില്ല. പ്രീമിയം കണ്ടോ പോയത് 175 150 വരെയൊക്കെ പോയി. 120 എന്നുള്ള എൻട്രി ഉണ്ടോ, 119 എന്നൊക്കെ ഉള്ള കറക്റ്റ് ലിക്വിഡിറ്റി അവിടെ അടുത്തുണ്ടായിരുന്നു പ്രീമിയത്തിൽ. അവിടെ നിന്ന് ഓൾമോസ്റ്റ് എത്ര പോയത് 150 വരെയൊക്കെ അല്ലേ, ഓൾമോസ്റ്റ് എത്ര പോയിൻ്റാ 60 പോയിൻ്റ് അപ്പോൾ പോയത്. 1:10 ഞാൻ പറഞ്ഞില്ലേ 1:8 ഒക്കെ ഉണ്ടാവുന്ന 1:10 വരെ എത്തിയിട്ടുണ്ട് ഏകദേശം. എന്താ ചെയ്യാം, ഇനിയിപ്പോൾ ഏതായാലും ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ നമുക്ക് ഇനി അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാം. ബാങ്ക് ആണെങ്കിൽ 52,000 അവിടെ നിൽക്കണം. 52,000 താഴേക്ക് വരുമ്പോഴായിരിക്കും മുകളിലേക്ക് പോകുന്നത് നല്ലത്. കാരണം അതിൻ്റെ താഴെയും ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാവും. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും പിന്നെ അവിടെ നിന്ന് താഴേക്ക് പോകാനാണ് ഇനിയും വീണ്ടും പോസിബിലിറ്റി. നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലേക്ക് മീൻസ് നമ്മുടെ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത 24,161 അല്ലേ, അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡ് ട്രേഡിന് കൺസിഡർ ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ അപ്പ് സൈഡ് നോക്കാം. ഇനി തൽക്കാലം പ്രീമിയം 150 വരെയൊക്കെ പോയിട്ടുള്ളൂ, പിന്നെ അങ്ങോട്ട് പോയില്ല അല്ലേ. മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തൽക്കാലം കുറച്ച് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൻ്റെ SL അടിക്കാൻ വേണ്ടി ഒന്ന് മുകളിലേക്ക് പോയി കിട്ടിയാൽ അടിപൊളി. നമുക്കൊരു എൻട്രി വരണം അവന്. ഇതിപ്പോൾ ഇതുപോലെ തന്നെ നിഫ്റ്റി ഇത് താഴെ നിന്ന് എവിടെ നിന്ന് നോക്കുന്നുണ്ട് നമ്മൾ എൻട്രി ഇട്ടില്ലല്ലോ. സമയം 11:15 അല്ലേ, അപ്പോൾ നമുക്കൊരു എൻട്രി നോക്കാം. 117 ഒരു ഇത്രയും നേരം നമ്മൾ അപ്പ് സൈഡിലേക്ക് മീൻസ് ഡൗൺ സൈഡിലേക്ക് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത് എവിടെയും കിട്ടിയില്ല. ഒരു പോയിന്റ് നമുക്ക് പോയി. ഇനി ഇപ്പോൾ അപ്പ് സൈഡിലേക്ക് നോക്കി അവിടെ നിന്ന് മാർക്കറ്റ് നല്ല നമ്മൾ പ്ലാൻ ചെയ്ത കറക്റ്റ് എക്സാക്റ്റ് ഏരിയ എന്നാണ് 24,161 ഞാൻ പറഞ്ഞ ഏരിയ എന്ന് മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര പറ്റി, ഓൾമോസ്റ്റ് 100 പോയിൻറ്റിൻ്റെ അടുത്ത് 180 പോയിൻറ്റ് മൂവ് ചെയ്തു. ഇപ്പോൾ ഒരു തൽക്കാലം ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അപ്പ് സൈഡിലേക്ക് തന്നെ പ്ലാൻ ചെയ്യാം. സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. അടുത്തൊരു ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സിംഹൈ അല്ലെങ്കിൽ നമുക്ക് ഉണ്ട് വെക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. ഓൾമോസ്റ്റ് ഇത്ര ഫ്യൂച്ചർ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻട്രി കൺസിഡർ ചെയ്യാം പ്രത്യേകിച്ച്. കൂടാതെ 24,200 താഴെയാണ് മാർക്കറ്റ്. അപ്പോൾ 24,200 താഴേക്ക് ഒന്നുകൂടി വരികയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. നമുക്ക് റെഡിയാക്കി വെക്കാം. 117 ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രീമിയം മീൻസ് മാർക്കറ്റ് ഒന്നുകൂടി മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അപ്പ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. ഇത്ര നേരമായിട്ടും ഒറ്റ ട്രേഡ് കിട്ടിയിട്ടില്ല. സമയം 2 മണിക്കൂർ കഴിഞ്ഞില്ലേ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചോ ലിക്വിഡിറ്റി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻട്രി വന്നിട്ടില്ല എന്നുള്ളതാണ്. 150 പോയിൻറ്റ് ഞാൻ രാവിലെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എക്സാക്ട്ലി 150 പോയിൻറ്റ് പോയി. എന്തായാലും ലിക്വിഡിറ്റി ഏരിയ പെർഫെക്റ്റ് മാർക്ക് ചെയ്ത മോൾ ഏരിയ എന്നാണ് താഴേക്ക് വന്ന് താഴെ ഏരിയ മാർക്ക് ചെയ്ത് കൊടുത്താണ് പെർഫെക്റ്റ് 80 പോയിൻറ്റ് മുകളിലേക്ക് പോയത്. രണ്ടും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോസൊക്കെ കണ്ട ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വലിയ അത് മാർക്കിംഗ് ലെവൽസ് മാർക്ക് ചെയ്ത വീഡിയോ. നമുക്കൊരു എൻട്രി എടുക്കാം. 116 അല്ലേ, ഇല്ല കുറച്ചും കൂടി താഴെ. ഫ്യൂച്ചർ ചാർട്ടൊന്നും കമ്പയർ ചെയ്ത് നോക്കണ്ടേ. ഫ്യൂച്ചറിൽ പലപ്പോഴും ഫ്യൂച്ചറിൽ എൻട്രി വന്നു, നേരത്തെ ഇതിൽ വന്നിട്ടില്ല. നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട് കേട്ടോ. ഏതായാലും വന്നിട്ടുണ്ട്, എൻട്രി വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. 114 കൊടുത്തിട്ടുണ്ട്. 113 സംതിങ്. ഇതെന്താ അത് ഫ്ലാറ്റ് റേറ്റ് സ്റ്റക്കായോ? 113 സ്റ്റക്കായി നേരിച്ച് ഞാൻ വന്നിട്ടുണ്ട്. 114.95 കിട്ടി. നല്ല പ്രോഫിറ്റ് ഉണ്ട്. 1000 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അടിപൊളി. ഞാൻ പറഞ്ഞു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും മാർക്കറ്റിന് ഒരു മൊമെൻറ്റം കാണിക്കും. അപ്പോൾ നമുക്കത് SLO ടാർജറ്റോ എന്നുള്ളത് നമ്മുടെ ഒരു ഇതുപോലെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഒരു ഇതെന്താ വെച്ചാൽ ഒന്ന് ഈ ഒരു സിംഹയിൽ വേണമെങ്കിൽ ടാർജറ്റ് വെക്കാം. പക്ഷേ അവിടെ 44 പോയിൻ്റ് ഉള്ളൂ അല്ലേ. അവിടേക്ക് 1:5 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെക്കാം കേട്ടോ. എത്തിയാൽ നമുക്ക് അടിപൊളിയായിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു 5 മിനിറ്റ്സിന് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഏരിയ 67 പോയിൻറ്റ് ഉണ്ട്. അതായത് സുഖമായിട്ട് 1:6 7 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 130 1700 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നിയർലി 1:1 ആവാനായിട്ടില്ല. അപ്പോൾ തന്നെ ട്രേഡ് എടുത്തോട്ടെ. അതാണ് നമ്മുടെ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രോഫിറ്റ് പെട്ടെന്ന് കാണിക്കുക. അധിക സമയത്തും എപ്പോഴും അല്ല, അധിക സമയത്തും ലോസും വരും. ചിലപ്പോൾ ട്രേഡ് എടുത്ത് ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ ലോസ് വരാം, 5 സെക്കൻഡ് കൊണ്ട് ലോസ് വരാം. അതുകൊണ്ട് കാരണം നമ്മൾ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന സമയത്താണല്ലോ കോൾ ഓപ്ഷനൊക്കെ ബൈ ചെയ്യുന്നത്. നോർമൽ ട്രേഡേഴ്സ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. പലപ്പോഴും ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സൊക്കെ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അധികം വരിക. നല്ല മൊമെൻറ്റം കാണിക്കുന്നുണ്ടല്ലേ, പറഞ്ഞു പോകണ്ട. ഏതായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇതൊരു ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റി ലെവലിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്താട്ടോ. അപ്പോൾ പോയ പോലെ തന്നെ താഴേക്കും വരുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റാണ്. മാക്സിമം ട്രേഡിൽ ലോസ് വരികയാണെങ്കിൽ 2000, മാക്സിമം അല്ലെങ്കിൽ പ്രോഫിറ്റ് വരികയാണെങ്കിൽ ഒരു 10,000 എബോവ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
അല്ലെങ്കിൽ അടുത്ത ഈ നിയറസ്റ്റ് സിങ് ഹൈ ഒക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിൽ വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിയറസ്റ്റ് സിങ് ഹൈ എത്തുകയാണെങ്കിൽ, അതായത് ടാർജറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1:5 ഒക്കെ എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഞാനെടുത്തത് സ്ലൈറ്റ്ലി 24,200 കോൾ ഓപ്ഷൻ ആട്ടോ. മാർക്കറ്റ് 24,200 താഴെ വന്നപ്പോഴാണ് സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി എന്ന് പറയാം. ഏതായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:41 ആയിട്ട് കേട്ടോ. നമ്മുടെ ടാർജറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. ഓൾമോസ്റ്റ് 107,000 വരെ പ്രോഫിറ്റ് ആയിട്ട് ഒരു 10,000 റേഞ്ചൊക്കെ എത്തിയാൽ നമുക്ക് 1:5 റേഞ്ചിലായി. മിക്കവാറും സിങ് ഹൈ എടുക്കുന്ന സമയത്ത് 1:5 ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 8,000 എത്തിയിട്ടുണ്ട് അല്ലേ. 8,000, 8,500, 9, 9,000, 9,000 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. 9,500 കുറച്ച് കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം അല്ലേ. മിക്കവാറും സിങ് ഹൈ എത്താനായിട്ടുണ്ട്. സിങ് ഹൈ എത്താനായിട്ടുണ്ട് സ്പോട്ട് ചാർട്ടിൽ 24,234 അല്ലേ. ഒരു 4 പോയിൻറ്റും കൂടെ പോയാൽ എത്തി. ഇനിയിപ്പോൾ നിയറസ്റ്റ് 1:5 ആണെങ്കിൽ നമുക്ക് ഇറങ്ങാം കേട്ടോ. 9,000 അബോവ് 10,000 റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാം നമുക്ക്. കാരണം അതൊരു സിങ് ഹൈ ആണ്. 8,500 തന്നെ കളിക്കുന്നുണ്ട് അവിടെ. മിക്കവാറും മുകളിലേക്ക് ഒന്നും കൂടി പോകുമെന്ന് വിചാരിക്കും. ഫ്യൂച്ചർ ചാർട്ടിൽ എടുത്തില്ലേ? ഓഹോ, ഫ്യൂച്ചർ ചാർട്ടിൽ ആ സിങ് ഹൈ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസിലേക്ക് ഏതായാലും വെക്കാം. സ്പോട്ടിലും കൂടി എടുത്താൽ നമുക്ക് എക്സിറ്റ് ചെയ്യും ചെയ്യാം. അതാണ് നല്ലത്. കാരണം മാർക്കറ്റ് സിങ് ഹൈ എടുത്തതിനെ കൊണ്ട് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാനൊരു പ്രോബബിലിറ്റി ഉണ്ട്. 9,500 ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു 500 പോയിൻ്റ് കൊണ്ട് 500 രൂപയും കൂടി വന്നാൽ അടിപൊളി. 9,200, 300 ചെറുതായിട്ടൊന്നും കൂടി പോട്ടെ. അതിന് 2 പോയിൻ്റ് അല്ലേ. 24,236 എത്തിയിട്ടുണ്ട്. ഇത് തോന്നുന്നത് 239 തോന്നുന്നുണ്ട് ഹൈ ആ ഒരു സ്പോട്ടിൽ. ടാപ്പ് ചെയ്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതാണ് നല്ലത്. ഓൾമോസ്റ്റ് എന്താ പറയുക, ഫ്യൂച്ചർ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ റിസ്ക് വേണം അല്ലേ. നോക്കാം കുറച്ചൊന്ന് ഒരു പോയിൻ്റ് ഒരു പൊട്ടിക്ക് പോട്ടെ. ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തല്ലോ നേരത്തെ. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തതിൻ്റെ ചെറിയ ടൈം ഫ്രം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും മിക്കവാറും ആ ഒരു സിങ് ഹൈയിലൊക്കെ. അപ്പോൾ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി നമുക്ക് ഇറങ്ങി. പിന്നെ മീൻസ് താഴേക്ക് വരാനും ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഒന്ന് റിവേഴ്സ് ആയോ. അതായത് സ്പോട്ട് ചാർട്ട് എടുത്തിട്ടില്ല, ഫ്യൂച്ചർ എടുത്തിട്ടുണ്ട്. ഏതായാലും കോസ്റ്റ് പ്രൈസിന് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ റിസ്ക് വേണ്ട. ചിലപ്പോൾ ഇനി താഴെ വന്നാൽ പണിയിട്ടും ചെയ്യും. അല്ലെങ്കിൽ ഒരു 10,000 അബോവ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. വീണ്ടും വരുന്നുണ്ട് 8,900 അങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ട് പോവാം. അങ്ങോട്ട് എന്താ ചെയ്യുക, അങ്ങോട്ട് പോമോ നിഫ്റ്റിയെ. കുറച്ചും കൂടി അങ്ങോട്ട് പോട്ടെ, ലേശം കൂടി. എവിടെ വരുന്നു അല്ലേ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ടാർജറ്റ് ആണോ SL ആണോ നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സമയം 12 മണി കേട്ടോ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ അടിച്ചിട്ടുണ്ട്. അതായത് കോസ്റ്റ് പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും ഓൾറെഡി ഒരു സിങ് ഹൈ എടുത്തതിനെ കൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യായിരുന്നു. 114 115 എക്സിറ്റ്. ഒരുപാട് സമയം വെറുതെ സ്പെൻഡ് ചെയ്യുന്നതല്ലേ. 11:20 എടുത്തിട്ട് നിയർലി ഒരു 45-50 മിനിറ്റ് ഉണ്ടായിരുന്നു ട്രേഡ്. പക്ഷേ എന്ത് ചെയ്യാനാ, അവസാനം നമ്മൾ കീഴടങ്ങേണ്ടി വന്നു. ഏതായാലും ഇനി ചാൻസ് വരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്. ഏതായാലും ഫസ്റ്റത്തെ ട്രേഡ് നമുക്ക് വലിയ ആ ഒരു ഫ്യൂച്ചർ ചാർട്ട് നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു എക്സിറ്റെങ്കിലും ചെയ്യായിരുന്നു അല്ലേ. ഇഷ്യൂസ് അടുത്ത് നോക്കാം. ചാൻസ് ഇനിയും വരും. സമയം 12:20 അല്ലേ. 12:20. നമുക്കൊരു അപ്പ് സൈഡിൽ ഒരു ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ്സ് IDX ഉണ്ട്. പക്ഷേ ഡേ ലോയും കൂടി എടുത്ത് നമുക്ക് ട്രേഡ് എടുക്കാം അപ്പ് സൈഡിലേക്ക്. കാരണം ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് അപ്പ് സൈഡിലേക്ക് കാണിച്ചതിൻ്റെ SLൊക്കെ താഴെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 102 ആയിട്ടുണ്ടല്ലേ. നമുക്കൊരു ബൈ ചെയ്യാം. ബൈ കൊടുക്കാം. അതൊരു 5 മിനിറ്റ്സ് IDX നിന്നും താഴെ ഇറങ്ങിയിട്ടാണ് ട്രേഡ് എടുത്ത്. കാരണം ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഞാൻ ട്രൈ ചെയ്തതാണ്. ഇനി രണ്ടാമത്തെ ആവുന്ന ഏരിയയിൽ തന്നെ ട്രൈ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ്.
അപ്പോൾ കുറേ ഒരു എസ് എൽ ഉള്ള ഏരിയ, ഒരു സിംഗ്ലോൻ്റെ ഒക്കെ ഏരിയയിലാണ് 24,151 അല്ലേ മാർക്കറ്റ്. തിരിച്ച് കയറിയാൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. നല്ല ടാർജറ്റ് അത്യാവശ്യം ഉണ്ട്, ടാർജറ്റ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്സ് തന്നെ, ഒരു സ്പൈക്കിലാണ് എടുത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി. താഴേക്ക് ഇറങ്ങിയാൽ അത് പരിപാടി നിർത്താം, നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി നിർത്താം. തിരിച്ച് കയറും തോന്നുന്നുണ്ടല്ലേ. കുറേ ലിക്വിഡിറ്റി അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്, കയറുകയാണെങ്കിൽ അടിപൊളി. ഞാൻ വിചാരിച്ചു നേരത്തെ ട്രേഡ് മിക്കവാറും അസറ്റിലേക്കാണ് പോകുന്നത് തോന്നുന്നുണ്ട്. നേരത്തെ ട്രേഡ് ഞാൻ ടാർജറ്റ് അടിച്ചപ്പം വിചാരിച്ചു ഇനിയിപ്പോൾ ഈ മാസം ഒരു 10% സുഖമായിട്ട് പ്രോഫിറ്റ് ഈ മാസം ബുക്ക് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ടാർജറ്റ് വന്നില്ല. പക്ഷേ ടാർജറ്റ് വരും. ടാർജറ്റ് നമുക്ക് 1:5 ഒക്കെ അതിനെക്കൊണ്ട് ചെറിയ എസ് എല്ലുകൾ നമ്മുടെയൊക്കെ വിഷയമല്ലല്ലോ. നമുക്ക് ടാർജറ്റ് കിട്ടാൻ പറ്റിയ എൻട്രീസ് എന്നാ കിട്ടുമോ നാളെ കിട്ടുമോ ഒന്നും അറിയില്ല. ചിലപ്പോൾ ഇന്ന് നമുക്ക് ഈ എൻട്രി ടാർജറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, ഒരു 1:2 സുഖമായിട്ട് ഈ മാസം നല്ല പ്രോഫിറ്റിൽ ഈ മാസം ഇറങ്ങാൻ പറ്റും. പക്ഷേ എന്ന് കരുതിയിട്ട് നമുക്ക് ലോസ് അടിച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ വെറുതെ ട്രേഡ് എടുത്ത് കളയില്ല. ലോസ് അടിച്ചാലും പെർഫെക്റ്റ് ചാൻസ് ഉള്ള എൻട്രീസ് പിന്നെ ട്രൈ ചെയ്യും. നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഓപ്പർച്യൂണിറ്റി നോക്കി ട്രൈ ചെയ്യുക. അതിൽ നല്ല അവസരങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്തിട്ട് ടാർജറ്റ് അടിക്കുന്ന ട്രേഡിൽ മാക്സിമം പ്രോഫിറ്റ് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ നമുക്ക് 17,000 ഒക്കെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഇന്നും ഇതേപോലെ ഒരു ടാർജറ്റ് അടിച്ചാൽ 10,000 അപ്പോൾ ഈസിയായിട്ട് പ്രോഫിറ്റ്. നമുക്ക് ഒരു ടാർജറ്റ് ഏരിയ വന്നതാണ് ട്രേഡ്, അത് മിസ്സായി. ഇത് തിരിച്ച് കയറുന്നുണ്ടല്ലേ, അത് പോകാൻ ചാൻസ് ഉണ്ട്. ഇതും ടാർജറ്റ് അടിക്കാൻ ചിലപ്പോൾ ഇതായിരിക്കാം, ചിലപ്പോൾ ടാർജറ്റ് അടിക്കാൻ പറ്റിയ ട്രേഡ്സ്, നോ ഐഡിയ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് എസ് എൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. സമയം 12:24, വളരെ പെട്ടെന്ന് അല്ലേ. നമ്മുടെ എസ് എൽ വളരെ പെട്ടെന്ന് അടിച്ചത്. നമുക്ക് ഓർഡറിൻ്റെ ടൈമൊക്കെ ഇവിടെ കാണാം. 12:20 എൻട്രി, 24 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്പ് സൈഡിലേക്ക് പോകും എന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, എഗെയിൻ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു. ഏതായാലും ഇനി നല്ല ചാൻസ് വരികയാണെങ്കിൽ ട്രേഡ് എടുക്കുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റി എന്താ പറയുക 52,000 മുകളിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണല്ലേ. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചാൻസ് കിട്ടുകയാണ്, അപ്പ് സൈഡ് ഡൗൺ സൈഡ് നോക്കാം. സമയം 12:54 ഉണ്ട്. ബാങ്ക് നിഫ്റ്റി നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി നോക്കാം. ഇതൊരു ലിക്വിഡിറ്റി സെറ്റപ്പ് അല്ല, ഇത് പ്യുവർലി എന്താ പറയുക ഒരു ട്രെൻഡ് ലൈൻ പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഒരു ലോജിക്ക് ഇതേപോലെ ട്രെൻഡ് ലൈൻ്റെ ഇവിടെ ഒരുപാട് സമയമായി സ്പെൻഡ് ചെയ്യുന്നത്. 2 കാരണങ്ങളുണ്ട്. ഒന്ന് 52,000 തൊട്ട് മുകളിലായിട്ട്, തൊട്ട് മുകളിലല്ല കുറച്ച് മുകളിലാണ്, തൊട്ട് മുകളിലല്ല, ആ ഒരു ഏരിയയിൽ ഒരുപാട് സമയം മാർക്കറ്റ് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ 52,000 താഴേക്ക് പോസിബിലിറ്റി ഒരു സ്റ്റോപ്പ് ലോസ് എടുക്കാനും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ്റെ ഇൻറ്റേർണൽ 5 മിനിറ്റ്സിൻ്റെ ഈ ഒരു ഏരിയ ഒന്നുകൂടി ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഒരു ഇൻറ്റേർണൽ ഇതാണ് കേട്ടോ. മാർക്കറ്റ് നമ്മളെടുത്തതിന് ശേഷം നിഫ്റ്റി തിരിച്ച് കയറി കേട്ടോ, നമ്മൾ അസറ്റ് അടുപ്പിച്ചിട്ട് മാർക്കറ്റ് ഒന്നുകൂടി ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം. 105 ക്വാണ്ടിറ്റി ബാങ്ക് നിഫ്റ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചാൻസ് വരട്ടെ, ചാൻസ് വന്നാൽ നമുക്ക് നോക്കാം. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലെയുള്ളൊരു സെറ്റപ്പാണ്. പ്യുവർലി എന്താ പറയുക ഒരു ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പ് അല്ല, നമ്മുടെ പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലുള്ള സെറ്റപ്പ് തന്നെയാണ്. ചാൻസ് വരികയാണെങ്കിൽ നോക്കാം. കാരണം കുറേ നേരമല്ല മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ 5 മിനിറ്റ്സിൻ്റെ ഒക്കെ നോക്കിയാൽ 5 മിനിറ്റ്സും 50 മിനിറ്റ്സും ഒക്കെ നോക്കിയാൽ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ ഒരുപാട് സമയം മാർക്കറ്റ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സമയം നമുക്ക് ബൈ ചെയ്യാം ഒരു കോൾ ഓപ്ഷൻ 12:56 ഒരു 105 ക്വാണ്ടിറ്റി പ്രീമിയം ഏകദേശം ആ റേഞ്ചിൽ വരുന്നുണ്ട്. ആ ഒരു സിംഗിൾ ഹൈ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബൈ മീൻസ് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഒരു ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് വരട്ടെ മാർക്കറ്റ്. ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട് അല്ലേ മാർക്കറ്റ്. ഷോർട്ട് ചെയ്യാം. അതേ പറഞ്ഞില്ലേ പ്രൈസ് ആക്ഷൻ ആകാം. നിങ്ങൾക്ക് ആ ട്രെൻഡ് ലൈൻ കാണാം. ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ ഡൗൺ സൈഡ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ 52,000 തൊട്ട മുകളിലായിട്ടായിരുന്നു. അതുകൊണ്ട് ഒരു പ്രോബബിലിറ്റി അല്ലാതെ ലിക്വിഡിറ്റി സെറ്റപ്പ് അല്ലെങ്കിലും കൂടെ ഒരു പ്രോബബിലിറ്റി കണ്ട് ഇപ്പോൾ ഇവിടെയുള്ള 50 മിനിറ്റ്സ് വരെ നോക്കിയാൽ മതി. 207 പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. പിന്നെ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാം. 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇൻ കേസ് ടാർജറ്റ് അടിച്ചാൽ മുകളിലേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയയാണ്. എൻട്രി എടുക്കാം നമുക്ക്. എൻട്രി ഇവിടെ ഏകദേശം എത്തിയിട്ടുണ്ട്. ഫ്യൂച്ചർ ചാർട്ടിലും എത്തിയിട്ടുണ്ട്. തൊട്ട് കഴിഞ്ഞാൽ എടുക്കാം. $154.80 $155.65 ഈക്വലായിട്ടുണ്ട്. പ്രീമിയം എടുക്കാം നമുക്ക്. പ്രീമിയം ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് കാരണം ഫ്യൂച്ചർ ചാർട്ട് കയറിയിട്ടുണ്ട്. 220 നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
220 കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ട്രേഡാണ്. സെക്കൻഡ് ട്രേഡല്ല, ഓവറോൾ നോക്കുകയാണെങ്കിൽ തേർഡ് ട്രേഡാണ്. നമുക്ക് ഫസ്റ്റ് ട്രേഡ് കോസ്റ്റ് പ്രൈസ് ആണല്ലോ വെച്ചത്, കാരണം ഓൾറെഡി ടാർജറ്റ് 1:5 റേഞ്ച് എത്തിയതിനെ കൊണ്ട് അത്യാവശ്യം എന്താ പറയുക 210 പോയിൻ്റൊക്കെ ഉണ്ട്. ഒരു 1:5 എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ടാർജറ്റ് വരികയാണ് 1:5, ചിലപ്പോൾ ഒരു മൊമെൻ്റ് കിട്ടുകയാണ് 1:6 ഒക്കെ കിട്ടും. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പയറി ആണ് നാളെ, മന്ത്ലി എക്സ്പയറി. അപ്പോൾ തീറ്റ ഡി കെ ഉണ്ടാവും. അതുപോലെ മാർക്കറ്റ് മൊമെൻ്റ് ഉണ്ടെങ്കിൽ നല്ല ഗാമ സ്പൈക്കും ഉണ്ടാവും. പ്രീമിയം നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ 1:5 എന്ന് നമ്മൾ പ്രതീക്ഷ, ചിലപ്പോൾ 1:8 10 ഒക്കെ കിട്ടാൻ ചിലപ്പോൾ നല്ല മൊമെൻ്റ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നോർമൽ കുറേ സമയം എടുത്തിട്ടാണ് പോകണമെങ്കിൽ അറിയില്ല, കാരണം ഇന്ന് തീറ്റ ഡി കെൻ്റെ ഒരു പ്രശ്നവും ഉണ്ട് ബാങ്കിൽ. ഏതായാലും നോക്കാം, ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, സമയം 2:25 അല്ലേ. നമ്മുടെ SL അടിച്ചിട്ടുണ്ട് ആ ട്രേഡിൽ. ഞാൻ എൻ്റെ ഇടയിൽ വീഡിയോ കുറച്ച് നേരം ഒന്ന് പോസായിപ്പോയി. നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വെച്ചാൽ അതിൽ 4,000 രൂപയൊക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ടാണ് വീണ്ടും 4,000 5,000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് വന്നു. എന്ത് ചെയ്യാനാ, എല്ലാ ട്രേഡിലും 5,000 പ്രോഫിറ്റ് വരുന്നുണ്ട് അല്ലേ. സ്കാൽപ്പിങ്ങിലേക്ക് ഇറങ്ങേണ്ടി വരും. ട്രേഡൊക്കെ വളരെ 1.5 മണിക്കൂറിലധികം എടുത്തിട്ടുണ്ട് ട്രേഡ്. അതിന് ശേഷം SL അടിച്ചത്. അതിൻ്റെ രസമല്ല, ആ സമയത്ത് തന്നെ നിഫ്റ്റിയിൽ ഒരു അപ്സൈഡിലേക്കുള്ളൊരു ട്രേഡ് പോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ബാങ്കിലുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ എടുക്കാൻ പറ്റിയില്ല. ഇനി അതെല്ലാം ട്രേഡില്ല, 2.5 ആയില്ലേ. നാളെ അവസരമുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് 4,200 രൂപ ലോസാണ്. നാളത്തെ ദിവസം ഉണ്ടല്ലോ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.